കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ബ്ലഡ് കുറവും അതുപോലെ തന്നെ പീരീഡ്സ് വയറുവേദനയൊക്കെ ഉണ്ടാവത്തില്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളൊരു ഗ്ലാസ് ജ്യൂസ് ഒന്ന് അടിച്ച് കുടിച്ച് നോക്കട്ടോ. നല്ല രീതിയിൽ പീരീഡ്സിൻ്റെ വയറുവേദന മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്, ബ്ലഡ് ഉണ്ടാവാനൊക്കെ ആയിട്ട് നല്ലതാണ്, രക്തശുദ്ധി ഉണ്ടാവാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. ഈ കുട്ടികൾക്കൊക്കെ അങ്ങനെ അനീമിയ പോലെയൊക്കെ ഇങ്ങനെ വിളർച്ചയൊക്കെ ആയിട്ട് ഒട്ടും തന്നെ ബ്ലഡ് ഇല്ലാണ്ടാക്കി ഇരിക്കത്തില്ലേ. അപ്പം ഇതൊന്നും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കുടിക്കട്ടോ, നമുക്കും കഴിക്കാം. ഈ നല്ല ചൂടൊക്കെ ഉള്ള ടൈമിൽ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടും, വളരെ നല്ലതാണ്. പിന്നെ ഈ ബീട്രൂട്ട് നമുക്ക് BP ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ BP കുറയുകയും ചെയ്യും. അത് മാത്രമല്ലാണ്ടല്ലോ നമുക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ ആയിട്ട് നല്ലതല്ലേ. അപ്പം രക്തം ശുദ്ധീകരിക്കാൻ നല്ലതാണ്. അപ്പം ഇത് ചെറിയൊരു കഷ്ണം മതി, ഒരുപാട് വേണ്ട കേട്ടോ. ഒരുപാട് കഷ്ണങ്ങൾ ഇട്ടിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പം ഒരു മക്ക് ചുവ വരും. അപ്പം ചെറിയൊരു കഷ്ണം ഇട്ടാലും നമുക്ക് ആ ബീട്രൂട്ടിൻ്റെതായ ആ ഒരു എല്ലാ ഗുണങ്ങളും കിട്ടും ജ്യൂസിൽ. ചെറിയൊരു കഷ്ണം അതും കൂടി എടുത്ത് അരിഞ്ഞിട്ടണേ. പിന്നെ ഒരു ഓറഞ്ച് എടുക്കട്ടെ, ഓറഞ്ചോ മുസമ്പിയോ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ കുരുവൊക്കെ ഇല്ലേ, ആ കുരു നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ ചെത്തിയിട്ട് നടുഭാഗം ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ കുരു കംപ്ലീറ്റ് കിള്ളി കളയണ്ട, അതല്ലെങ്കിൽ ജ്യൂസ് കയ്പ്പ് വരും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു 4-5 ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി, ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, തണുത്ത വെള്ളമുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഫസ്റ്റ് തന്നെ ഒരു കുറച്ച് വെള്ളത്തിലങ്ങ് അടിച്ചെടുത്താൽ മതി, എന്നാലാണ് ആ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് അടിഞ്ഞ് വരത്തുള്ളൂ. ഇതുപോലെ അങ്ങോട്ട് അരിച്ചങ്ങ് എടുത്തോ കേട്ടോ. ചെറിയ അരിപ്പയിൽ നന്നായിട്ട് അങ്ങോട്ട് അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുറച്ച് പഞ്ചസാര, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പഞ്ചസാര അച്ഛൻ മധുരമൊന്നും ഇല്ലാണ്ടെന്ന് കുട്ടികൾ കുടിക്കത്തില്ല. അപ്പം നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാരയൊക്കെ കൂടെ ഇട്ടിട്ട് ഇതുപോലെ നല്ല ഉച്ച ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും, ബ്ലഡ് ഉണ്ടാവാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് പീരീഡ്സ് വയറുവേദനയൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് അടിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. ബ്ലഡ് ഉണ്ടാവാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ, രക്തശുദ്ധിക്ക് നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഉള്ള ഐറ്റംസ് തന്നെയല്ല, അപ്പം എളുപ്പമല്ലേ, പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഈ ചൂട് കാലത്തൊക്കെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുവാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ജ്യൂസ് അല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സും വീഡിയോസിൻ്റെ പേജ് ഫോളോ ചെയ്തിരിക്കണമെന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ, ബൈ.